ഇതൊക്കെ വെള്ളം അടിച്ച് വന്ന് അടിച്ചിട്ട് അത്രയും പ്രഷറിൽ വെള്ളം വന്ന് അടിച്ചിട്ട് തകർന്നതാണ് കേട്ടോ. കണ്ടോ, എല്ലാം ഈ പാലത്തിൻ്റെയൊക്കെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത്. അതായത് ഇവിടെ എല്ലാം കംപ്ലീറ്റ് നിറഞ്ഞിട്ട് ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പീച്ചി ഡാം തുറന്നിട്ട് ഷട്ടർ തുറന്നിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കുറച്ച് ദിവസം മുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലമൊക്കെ മൊത്തത്തിൽ മുങ്ങിപ്പോയിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അത് കുറച്ചു. ഇപ്പോൾ 15 ഇഞ്ച് ഷട്ടർ ഉയർത്തിയിട്ടുള്ളൂ. അന്ന് 72 ഇഞ്ച് വരെയാണ് ഷട്ടർ ഉയർത്തിയിരുന്നത്. അതായത് 2018 പ്രളയ സമയത്ത് പോലും 60 ഇഞ്ച് ഷട്ടർ ഉയർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ 72 ഇഞ്ചാണ് ഷട്ടർ ഉയർത്തിയത്. അത് ഇവിടെ ഉള്ളവരെല്ലാവരും പറയുന്ന യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അത് ഉയർത്തിയെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഷട്ടർ ഉയർത്തി. ഇവിടെയൊക്കെ ഇതെല്ലാം കംപ്ലീറ്റ് നിറഞ്ഞൊഴുകായിരുന്നു വെള്ളം. ഇതെല്ലാം നിറഞ്ഞതാ. ഈ പാലമല്ല, ഈ പാലം നിങ്ങൾ അന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ പാലമെല്ലാം ഈ പാലത്തിൻ്റെയൊക്കെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത്. അതായത് ഇവിടെ എല്ലാം കംപ്ലീറ്റ് നിറഞ്ഞിട്ട് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കും. ഇതെല്ലാം നിറഞ്ഞ ആ പാർക്കിലേക്ക് എല്ലാം വെള്ളം കയറി. അവിടുത്തെ മതിലെല്ലാം ഇടിഞ്ഞു വീണു. ഈ പാലം പണ്ട് കാലത്ത് നിർമ്മിച്ചിട്ടുള്ളൊരു നിർമ്മിതി ആയതുകൊണ്ട് അത്രയും ഉറപ്പുള്ളൊരു നിർമ്മിതിയാണിത്. അതുകൊണ്ട് മാത്രമാണ് ഈ പാലം പിടിച്ചു നിന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ പാലവും തകർന്നു പോയി, ഇതിൻ്റെ കൈവരിയെങ്കിലും തകർന്നു പോയേനെ. അത്രയ്ക്കും വലിയ ശരിക്കും പറഞ്ഞാൽ ഒഴുകായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആ ചെടികളും ഒക്കെ അങ്ങോട്ട് വീണെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ആ കാണുന്നത്. ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഡാം തുറക്കുമ്പോൾ എല്ലാവരും വന്ന് കാണുന്നൊരു കാഴ്ചയാണിത്. ഇപ്പോൾ വെറും 15 ഇഞ്ചാണ് തുറന്നിരിക്കുന്നത്. എന്നാലും ഈ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഡാമിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ പോയിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. സാധാരണ ഓണക്കാലത്തൊക്കെയാണ് പീച്ചി ഡാം തുറക്കാറ്. അപ്പോൾ ഓണക്കാലത്ത് എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും തൃശ്ശൂരുള്ള എല്ലാവരുടെയും ഒരു സ്പോട്ടായിരുന്നു. ഓണക്കാലത്ത് വിസിറ്റ് ചെയ്യാൻ വരുന്നൊരു സ്പോട്ടായിരുന്നു പീച്ചി ഡാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് കാണാം, നല്ല ഭംഗിയിൽ ഇങ്ങനെ വെള്ള നിറത്തിൽ വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകി വരുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് തന്നെ പറയാം. പിന്നെ മീനുകളൊന്നും കഴിഞ്ഞ തവണ ഡാം തുറന്ന സമയത്ത് വലിയ വലുപ്പമുള്ള മീനുകൾ, അതായത് കട്ട്ള റോഹു ഉൾപ്പെടെയുള്ള മീനുകളൊക്കെ അവിടെ നിന്ന് ചാടി വരും. അത് കണ്ടിട്ട് ഇവിടെ നിന്ന് ഈ പാലത്തിൻ്റെ മുകളിൽ ഇരുന്ന് ഒരുപാട് ആൾക്കാർ അതിനെ കണ്ട് ചാടി പിടിക്കുന്ന കാഴ്ചയൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനത്തെ കാഴ്ചകളൊന്നും ഇല്ല. കാരണം ഡാമിൻ്റെ ഷട്ടർ ഇത്രയും അധികം ഉയർത്തിയത്, അതായത് 72 ഇഞ്ച് ഉയർത്തിയത് മൂലം മീനുകളെല്ലാം ചാടിപ്പോയി. എല്ലാ മീനുകളും അതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുറേ മീനുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ മീനുകൾ വരുന്നൊന്നുമില്ല. വളരെ അപൂർവമായിട്ട് മീൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ച അവിടുത്തെ. ഈ പാലമാണ് അന്ന് മുങ്ങി നിന്നിരുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു ഏരിയ മൊത്തം മുങ്ങിപ്പോയി. ഈ കട കണ്ടില്ലേ, ഈ കടയുടെ ഷട്ടറൊക്കെ തകർന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ വെള്ളം അടിച്ചിട്ട് അത്രയും പ്രഷറിൽ വെള്ളം വന്ന് അടിച്ചിട്ട് തകർന്നതാണ് കേട്ടോ. കണ്ടോ, കംപ്ലീറ്റ് തകർന്നു പോയി. അതിനുള്ളിലത്തെ സാധനങ്ങളും എല്ലാം നശിച്ചു പോയി. അപ്പോൾ അത്രയും ഒരു സംഭവമായിരുന്നു ഇവിടെ. ഇപ്പോൾ കുറഞ്ഞു, ഇപ്പോൾ എല്ലാം ഇറങ്ങി. കണ്ടോ, വെള്ളം എല്ലാം ഇറങ്ങിയപ്പോൾ കുറച്ചു. അത്രയും അധികം തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. ഇവിടെ എല്ലാം തകർന്നു, മതിലെല്ലാം തകർന്നു പോയി. ഇവിടെ മൊത്തം നാശനഷ്ടങ്ങളായിരുന്നു ഉണ്ടായത്. കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു. ഇതൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ മതിലെല്ലാം തകർന്നു പോയിരിക്കുന്നുണ്ട. ഇതെല്ലാം ഇവിടെ വെള്ളം തുറന്നപ്പോൾ തകർന്നാണ്. വെള്ളത്തിൻ്റെ പവറിൽ പ്രഷറിൽ തകർന്നു പോയതാണ് കേട്ടോ. ഇത്രയും കട്ടിയുള്ള മതിൽ നോക്കിയേ, ആ മതിലെല്ലാം തകർന്നു പോയത് കണ്ടോ. ഇവിടെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ. ഇതെല്ലാം അങ്ങനെ തകർന്നു പോയതാണ്. അത്രയും ഇതിലായിരുന്നു. പക്ഷേ ഈ പാലത്തിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പാലത്തിൻ്റെ ഉറപ്പ് എന്തായാലും സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പാലത്തിനൊന്നും പറ്റിയിട്ടില്ല. അന്ന് വെള്ളം തുറന്നു വിട്ട സമയത്ത് ഈ പാലത്തിൽ കുറേ പേര് നിൽക്കുന്നത് കണ്ടിട്ട് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാലത്തിൻ്റെ ഒരു ഉറപ്പുണ്ടല്ലോ, പാലത്തിൻ്റെ ഒരു കൈവരിക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല. അത്രയും ഉറപ്പുള്ളൊരു പണിയാണ്. ബാക്കി അതിൻ്റെ പാർക്കിൻ്റെ മതിലുകൾ എല്ലാം ഇടിഞ്ഞു പോയി. ഞാൻ പറഞ്ഞല്ലോ, ആ കട ഇടിഞ്ഞു പോയി, കടയുടെ ഷട്ടർ തകർന്നു പോയി, എല്ലാം പോയി. പക്ഷേ പാലം അത് പണിത് ആരാണെങ്കിലും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ.
അപ്പോൾ ഇതാണ് ഡാമിൻ്റെ മുകളിലേക്കുള്ള പടികൾ കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് അതിലിറങ്ങിയിട്ടാണ് നമ്മളിങ്ങോട്ട് വരിക, ഡാമിൻ്റെ ഈ ഓപ്പൺ ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗം കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് കയറി പോകണം. ഇത് അപ്പുറത്തൊക്കെ കാണുന്നത് ഡാമിൻ്റെ ഗാർഡനൊക്കെയാണ്. ഗാർഡനൊക്കെ ഇപ്പോൾ ഭയങ്കര, അപ്പുറത്തെ ഗാർഡൻ കുഴപ്പമില്ല, ഈ സൈഡിലെ ഗാർഡനെല്ലാം മൊത്തം പുല്ലൊക്കെ പിടിച്ച് കിടക്കുക. ആ സൈഡിലെ കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനൊക്കെ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ കയറി പോവാം. വെള്ളം ലീക്കായി വരണുണ്ടോ? ഇതൊക്കെ സർവ്വസാധാരണമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. മുല്ലപ്പെരിയാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് കാണാം ലീക്ക്. ഇത് ഇൻസ്പെക്ഷൻ ഗാലറിയാണ്. ഇവിടെ നമുക്കൊന്നും പ്രവേശനമില്ല. അതായത് ഇൻസ്പെക്ഷൻ ഗാലറിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. പണ്ടൊക്കെ കയറാൻ പറ്റിയിട്ടുണ്ട്, കണ്ടിട്ടുള്ളതാണ്. ഇവിടെ മാത്രമല്ല, മുല്ലപ്പെരിയാറിൻ്റെ ഇൻസ്പെക്ഷൻ ഗാലറിയിലും കയറാനുള്ളൊരു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ മുമ്പ് ഇന്ത്യ വിഷൻ ചാനലിൽ വർക്ക് ചെയ്തിരുന്നത്. അന്ന് ഒരു സമയത്ത് മുല്ലപ്പെരിയാർ ഇതാ പൊട്ടാൻ പോകുന്നു, ഇപ്പോൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മീഡിയ ടീമിൻ്റെ കൂടെ മന്ത്രിമാരുടെയൊക്കെ കൂടെ മുല്ലപ്പെരിയാർ സന്ദർശിക്കാനുള്ളൊരു അവസരം കിട്ടി. അന്ന് അതിലെ ഇൻസ്പെക്ഷൻ ഗാലറിയിലും കയറാൻ പറ്റി. ഇപ്പോൾ ആർക്കും അങ്ങനെ ഒരു അവസരം കിട്ടും തോന്നുന്നില്ല. മുല്ലപ്പെരിയാർ സന്ദർശിക്കാൻ തന്നെ ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക്, ഒരു സിവിലിയനെ സംബന്ധിച്ചിടത്തോളം അനുമതി കിട്ടില്ല. പക്ഷേ എനിക്ക് അന്ന് മുല്ലപ്പെരിയാർ സന്ദർശിക്കാൻ പറ്റി, അതിൻ്റെ ഇൻസ്പെക്ഷൻ ഗാലറിയിൽ കയറാൻ പറ്റി, എല്ലാം കാണാൻ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ പീച്ചി ഡാമിൻ്റെ ഇൻസ്പെക്ഷൻ ഗാലറിയും അതുപോലെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഡാമിൻ്റെ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നൊരു തുരങ്കം പോലുള്ളൊരു സംഭവമാണത്. അത് നമുക്കിപ്പോൾ കാണിക്കാനൊന്നും പറ്റില്ല. അഥവാ കയറിയാൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനോ പ്രദർശിപ്പിക്കാനോ ഒന്നും അനുമതിയില്ല കേട്ടോ. കാരണം അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഡാമിലെ വാട്ടർ ലെവൽ നല്ലവണ്ണം കുറഞ്ഞു കേട്ടോ. അവിടെ MWL എന്ന് എഴുതിയിട്ടുള്ളതുണ്ടോ, അതാണ് മാക്സിമം വാട്ടർ ലെവൽ. അത്രയും വാട്ടർ ലെവൽ എത്തുമ്പോഴാണ് ഡാം തുറക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുക. അപ്പോൾ ഇപ്പോൾ അത്രയൊന്നും വെള്ളമില്ല, നല്ലതുപോലെ വെള്ളം കുറച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം നല്ലപോലെ തുറന്നു വിട്ടു. ഞാൻ പറഞ്ഞല്ലോ 72 ഇഞ്ച് വരെയൊക്കെയാണ് വെള്ളം ഷട്ടർ ഉയർത്തിയിരുന്നത്. അപ്പോൾ അത്രയും വെള്ളം തുറന്നു വിട്ട് നന്നായിട്ട് വാട്ടർ ലെവൽ കുറച്ചു. ഇപ്പോൾ 15 ഇഞ്ചൊക്കെ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇനി ഇവിടെ പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. നല്ലതുപോലെ വാട്ടർ ലെവൽ കുറഞ്ഞു, ഒരു സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ വെള്ളം ഇവിടെ കാണുമ്പോണ്ടല്ലോ, ഒരു മഴക്കാലത്തിൻ്റെ ഒരു ഭീകരതയൊന്നുമില്ല കേട്ടോ. വെള്ളമൊക്കെ ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്നു. അതുപോലെ കളർ വ്യത്യാസമൊന്നുമില്ല. സാധാരണ വെള്ളമൊക്കെ ഒഴുകി വരുന്ന സമയത്ത് ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. വാട്ടർ ലെവലും നന്നായിട്ട് കുറഞ്ഞു. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചാടുന്നത് കാണാം.
ഇതാണ് ആ പാലം. എന്തായാലും ആ പാലത്തിൻ്റെ ഉറപ്പ് സമ്മതിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ വെള്ളം വന്നിട്ടും അതിനൊരു കുലുക്കമില്ല, നിൽക്കുന്നുണ്ടോ? പക്ഷെ ആ പാർക്ക് കണ്ടില്ല, ആ പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള മതിലെല്ലാം ഇടിഞ്ഞു വീണു. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും തിരിച്ചു പോട്ടേട്ടാ. ഇപ്പോൾ വെള്ളം ഇപ്പോൾ എത്ര ഇഞ്ച് ഉണ്ടെന്ന് അറിയില്ല, എന്തായാലും 15 ഇഞ്ച് എന്നൊക്കെയാണ് കേട്ടത്. ഇപ്പോൾ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് തോന്നുന്നു. നേരത്തെ നമ്മൾ വന്ന സമയത്തുള്ളേക്കാളും കുറച്ച് കൂടിയ പോലെ ഒരു ഫീലുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും തിരിച്ചു പോട്ടെ. മഴ വരുന്നുണ്ട്, അടുത്ത മഴ വരുന്നുണ്ട്. അന്ന് പെട്ടെന്ന് എന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് കാട്ടിലെന്തോ ഉരുൾപൊട്ടലോ അധികമായിട്ട് വെള്ളം ഒലിച്ചു വരലോ ഉറവ വരലോ അങ്ങനെയൊക്കെ എന്തോ ഉണ്ടായിട്ട് ഡാമിലെ വെള്ളത്തിൻ്റെ ലെവൽ പെട്ടെന്ന് ഉയർന്നു. അങ്ങനെയാണ് ഇത് തുറന്നിട്ടുള്ളത്. അതായത് പെട്ടെന്ന് അത്രയും കൂട്ടിയത് 30 ഇഞ്ച് എന്നൊക്കെ കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും അപ്പോൾ അതിന് ശേഷം പെട്ടെന്ന് 72 ഇഞ്ച് വരെയൊക്കെ ഉയർത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്രയും താങ്ങാനാവുന്നതിലും കൂടുതൽ വെള്ളം എങ്ങനെയോ വന്നിട്ടുണ്ട് ഡാമിലേക്ക്. അങ്ങനെയാണത് ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും ഈ തീരത്തൊക്കെ താമസിക്കുന്ന, ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്നവരും അവർക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അതുപോലെ ഇവിടെ തന്നെ കണ്ടില്ലേ കടയൊക്കെ പോയത്. അതുപോലെ ഇവിടെയൊക്കെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പെട്ടെന്ന് രാത്രിയൊക്കെ അവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി എന്നാണ് പറയുന്നത്. ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് അങ്ങനെ വാട്ടർ ലെവൽ കൂട്ടിയപ്പോഴേ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ എല്ലായിടത്തും ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും തിരിച്ചു പോട്ടെ. കൂടുതൽ കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും നമ്മുടെ വയനാടിനൊപ്പം എല്ലാവരും നിൽക്കുക. ഇപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. വയനാടാണ് ഇപ്പോൾ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ വയനാട് നമ്മുടെ തകർന്നു പോയ ആ ഒരു നാടിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ വീണ്ടും പടുത്തുയർത്താൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. ഫിനാൻഷ്യലായിട്ടോ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക വെച്ചാൽ മനസ്സുകൊണ്ട് എല്ലാവരും ഒപ്പം ഉണ്ടെന്ന് അറിയാം. കഴിയുന്നവരൊക്കെ സാമ്പത്തികമായിട്ടും മറ്റുള്ള രീതിയിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്നവർ 10 ആണെങ്കിൽ 10, 100 ആണെങ്കിൽ 100 പറ്റുന്ന എമൗണ്ടുകൾ സംഭാവന ചെയ്യുക. അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പുമായിട്ട് കുറേ പേര് വരുന്നുണ്ട്, അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നേരിട്ട് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആരാണ് നേരിട്ട് കൊടുക്കാൻ പോകുന്നത്? ഒരു 100 രൂപ കൊടുക്കാൻ നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുമോ? അല്ലെങ്കിൽ 1000 രൂപ നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുമോ? നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മാർഗം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ സാധാരണ ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ എമൗണ്ടുകളൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു മാർഗം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുക. അത് ഫെയറാണ്, അത് നമുക്ക് പരിശോധിക്കാം. എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ട്. അതിൻ്റെ വരവ് ചിലവ് കണക്കുകളെല്ലാം പരിശോധിക്കാനുള്ള മാർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുക എല്ലാവരും. ഓക്കെ, അതിൽ രാഷ്ട്രീയം കാണരുത്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം കാണരുത്. നമ്മുടെ പ്രതിപക്ഷ നേതാവടക്കം ഇന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് രാഷ്ട്രീയം കാണരുത്. രാഷ്ട്രീയമല്ല ഇത്, നമ്മുടെ നാടിനെ പടുത്തുയർത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ശരി, എന്തായാലും തിരിച്ചു പോട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പീച്ചി ഡാമിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഇവിടെ സന്ദർശനത്തിന് വിലക്കൊന്നുമില്ല. അന്ന് സന്ദർശനത്തിന് വിലക്കുണ്ടായിരുന്നു, അവിടെ വേലി കെട്ടി തടഞ്ഞിരുന്നു. ഇപ്പോൾ തടസ്സമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും വന്ന് കാണാം, കാഴ്ചകൾ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ശരി, പോട്ടെ, ബൈ.